കാറ്റിനും വെളിച്ചത്തിനും രജീഷിന്റെ വീട്ടിലേക്ക് സുസ്വാഗതം. പ്രകൃതിയെ പരമാവധി വേദനിപ്പിക്കാതെ ഒരു വീട് പണിയണമെന്ന ചിന്തയാണ് രജീഷ് എന്ന ചെറുപ്പക്കാരന് ഈ വീട്ടിലേക്ക് വഴി കാണിച്ചത്. ധനകാര്യ വകുപ്പിൽ ഫിനാൻഷ്യൽ അസിസ്റ്റന്റായ രജീഷ് സ്വന്തമായി വീട് നിർമ്മിക്കും മുൻപേ മനസ്സിൽ വീട് പണിതുയർത്തിയിരുന്നു. വീടിനും ഒരു ആത്മാവ് വേണം, പരമാവധി പ്രകൃതിയോട് ഇണങ്ങി നിൽക്കണം, യഥേഷ്ടം കാറ്റും വെളിച്ചവും വേണം. ഇതായിരുന്നു രജീഷിന്റെ സ്വപ്നം. അങ്ങനെയാണ് രജീഷ് ശാന്തിലാലിലേക്ക് എത്തുന്നത്. ഇത്തരത്തിലുള്ള വീടുകൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായ ശാന്തിലാൽ രജീഷിന്റെ സ്വപ്നഗൃഹത്തിന് രൂപവും ഭാവവും നൽകി. സിമന്റിന്റെ ഉപയോഗം പരമാവധി കുറച്ചാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. പരമ്പരാഗത രീതിയിലുള്ള സുർക്കി മിശ്രിതമാണ് നിർമ്മാണത്തിനായി കൂടുതലും ഉപയോഗിച്ചത്. പഴയ മരം, ഓട് എന്നിവയും വീടിനു വേണ്ടി ഉപയോഗിച്ചു. വായുവും വെളിച്ചവും നേരിട്ട് കടന്നെത്തുന്ന വിധമാണ് വീടിന്റെ ഘടന. പരമാവധി കാറ്റും വെളിച്ചവും ഉള്ളിലേക്ക് കയറാവുന്ന രീതിയിൽ ജാലി വർക്കും പിന്നെ ഈ ജനാലകളെല്ലാം വളരെ കൂടുതൽ കൊടുത്തുകൊണ്ടുള്ളൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഏത് ചൂടത്ത് നമ്മൾ പുറത്തുനിന്ന് വന്നാലും ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു തണുപ്പ് അറ്റ്മോസ്ഫിയർ ഇപ്പോഴും ഉണ്ടാവും. പണ്ട് നമ്മുടെ വീടുകളെല്ലാം യൂസ് ചെയ്തിരുന്നത് ഈ ഒരു മിശ്രിതം യൂസ് ചെയ്തുകൊണ്ടാണ്. നമുക്കറിയാം, മുല്ലപ്പെരിയാർ അണക്കെട്ട് കെട്ടിയിരുന്നത് ഇങ്ങനെ സുർക്കി മിശ്രിതം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു പഴയ സിസ്റ്റം ചൂട് കുറയ്ക്കാനുള്ള മാർഗം എന്നുള്ള രീതിയിലാണ് ഈ ഒരു രീതിയിലേക്ക് പോയത്. 50 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് 1.5 വർഷം കൊണ്ടാണ് 2700 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീട് നിർമ്മിച്ചത്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ രജീഷ് എറിയാട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക വായനശാലയുടെ സെക്രട്ടറി കൂടിയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.